ഹായ്, ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു കുറച്ചുകൂടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികളായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ് എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം വഴണ്ടി വന്നാൽ നമുക്കതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. മുട്ട നമുക്ക് പൊടിയായ രൂപത്തിലാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഇതിനെ പൊടിയായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലവണ്ണം പൊടിയാക്കി വറുത്തെടുത്ത് നേരത്തെ ആക്കി വെച്ച എല്ലാ വെജിറ്റബിൾസും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ അളവിൽ സോയാ സോസും 2 സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതിനായിട്ടുള്ള റൈസ് ഞാൻ 1 മണിക്കൂർ മുന്നേ വേവിച്ച് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2-3 സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറിയ ചീളുകളായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവ നല്ലവണ്ണം എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു 2 സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ചേർത്തിട്ടില്ല. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.